ആഷ്ബിൻ ഹരിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ക്യാമറ കൃത്യമായിട്ട് കാണുന്നില്ല. വീഡിയോ കൃത്യമായിട്ട് കാണുന്നില്ല. എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഒന്നെടുക്കാം. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. 7 മണിക്ക് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യും. ഓക്കെ, let me try camera. ഇപ്പൊ വിസിബിൾ ആണ്. ഇപ്പൊ വിസിബിൾ ആയിരുന്നു. 1 മിനിറ്റ് വേണം. ഇല്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ചെയ്യണം. Choose my background. ശരി. ഒരു സെക്കൻഡ്, I will just exit and then come back. ഓക്കെ ഓക്കെ. ഞാൻ സുഹൃത്തുക്കളെ, നമ്മളെ വെബിനാറിന്റെ ലിങ്ക് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പൊ വിസിബിൾ ആണ് ആഷ്ബിൻ. ആഷ്ബിൻ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമുക്ക് ഓൺ ടൈം നമുക്ക് ഏകദേശം 10 പേരുടെ അടുത്ത് വന്നിട്ടുണ്ട്. മെല്ലെ സെഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആഷ്ബിനെ. സുഹൃത്തുക്കളെ, പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക. ആഷ്ബിൻ ഒന്ന് റെക്കോർഡ് ഇടണേ. ക്ലൗഡിലേക്കോ സിസ്റ്റത്തിലേക്ക് ഇട്ടാണോ? ഇത് ഞാൻ ബ്രൗസറിലാ. ഓക്കെ ഓക്കെ. നിനക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല? കുഴപ്പമില്ല. ഞാൻ ക്ലൗഡിലേക്ക് ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല.
സുഹൃത്തുക്കളെ, നാട്ടിലെല്ലാ ദിക്കിലും പ്രതികൂല കാലാവസ്ഥയാണെന്ന് അറിയാം. എങ്കിൽ പോലും കനത്ത മഴ പെയ്തുകൊണ്ടൊക്കെയാണ് നാട്ടിൽ. ഞാൻ കാസർഗോഡ് കണ്ണൂർ ബോർഡറിലാണ് ഉള്ളത്. ഇവിടെ ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായിട്ട്. അപ്പൊ ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ ഈ ഒരു CV മേക്കിംഗ് വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് സ്വാഗതം. അതുപോലെ നമ്മളെ ആഷ്ബിൻ കഴിഞ്ഞ സെറയുടെ ആദ്യ കാലഘട്ടം തൊട്ട് സെറ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടെയാണ്. ആഷ്ബിൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്ത ശേഷം നോർവേയിൽ പോയി അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർഗനിൽ നിന്ന് PhD എടുത്തു സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഇപ്പോൾ സ്വന്തമായിട്ട് തന്റെ കഴിവ് തെളിയിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നിലോട്ടുള്ള കാര്യങ്ങൾ ഭാവി എങ്ങനെ സമീപിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള ഒരാൾ കൂടിയാണ് ആഷ്ബിൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു CV വെച്ച് കൃത്യമായിട്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ആഷ്ബിന് കഴിയും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പൊ ഇനി വരുന്ന ഒരു 50 മിനിറ്റോളം സമയം നിങ്ങൾ കൃത്യമായിട്ട് ആഷ്ബിനെ കേൾക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും മെസ്സേജ് ആയിട്ടും അല്ലാതെയും ഞങ്ങൾക്ക് ഷെയർ ചെയ്തു വന്നാൽ ആഷ്ബിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ആഷ്ബിൻ പറയട്ടെ. ഓവർ ടു യു ആഷ്ബിൻ. താങ്ക് യു ഹരിപ്രസാദ്. ബട്ട് ഇത്ര ഒന്നുമില്ല, എനിക്ക് കുറച്ചൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. യാ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. പക്ഷേ എനിക്ക് നിങ്ങൾ ഹരി പറഞ്ഞത് സ്റ്റുഡൻസ് ആണെന്നാണ്, മോസ്റ്റ്ലി ബാച്ചിലേഴ്സ്. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒരു സർവേ എടുക്കാനായിട്ട് ഞാനൊരു ലിങ്ക് അയക്കാം. ഒരു മിനിറ്റ്. എൻ്റെ ചാറ്റിൽ ഒരു ലിങ്ക് ഇടാം. ഒരു മിനിറ്റ്. എൻ്റെ സ്ക്രീനും ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ സ്ക്രീൻ? ഹരി, ഹലോ ഹരി, എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. യാ, അപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു സർവേ എടുക്കാനാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയൻസ് എന്താണ് ചെയ്യുന്ന, ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ? അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്താന്ന്. ലിങ്കിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ മേളിലൊരു കോഡുണ്ട്, ജോയിൻ അറ്റ്. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണാൻ പറ്റും. Mindy.com പോയിട്ട് ആ മേളിലിരിക്കുന്ന ആ ഒരു നമ്പർ 76186673 അടിച്ചു കഴിഞ്ഞാൽ ഇത് കയറാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊന്ന് അറിയാനൊക്കെ ആയിട്ടാണ്. ലിങ്ക് മൊത്തം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഓക്കെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട്, അതിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു മൊത്തം എത്ര പേരെ ഇപ്പോൾ ഉള്ളു? 16 പാർട്ടിസിപ്പൻ്റ്. അപ്പോൾ ഒരു 10+ എങ്കിലും റെസ്പോൺസ് കിട്ടുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു ബാച്ചിലേഴ്സ് തേർഡ് ഇയറും പിന്നെ മാസ്റ്റർ സ്റ്റുഡൻ്റും ആണ്. ഇതൊന്ന് രണ്ടുപേരോടെ വോട്ട് ചെയ്യാനുണ്ടായിരിക്കും. ബട്ട് എനിവേ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മോസ്റ്റ്ലി ഇപ്പോൾ ഫൈനൽ ഇയർ ആയവരും പിന്നെ മാസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആരും PhD ഇല്ല. കൊള്ളാം. അപ്പോൾ എന്തായാലും കരിയറിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നോക്കുന്നവരായിരിക്കും മിക്കവരും തന്നെ. ഈ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ എനിക്കുണ്ട്. നിങ്ങൾ എന്തിനാണ് CV ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ലൈക്ക് PhD എടുക്കാനാണോ, അതോ ഇനി നേരെ ജോലിക്ക് പോകാനാണോ, അതോ വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കാനാണോ? എന്താണ് ഒബ്ജക്റ്റീവ് എന്നും കൂടി ഒന്ന് വോട്ട് ചെയ്താൽ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമായിരിക്കും.
അത് നമ്മൾ പല ടൈപ്പ് സി വികളുണ്ട്. അക്കാഡമിക്കിന് ഒരു ടൈപ്പ് സി വി, ഇൻഡസ്ട്രിയലിന് ഒരു ടൈപ്പ്. പക്ഷെ ഇപ്പോൾ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്കും സി വി ഒന്നും ഇല്ലായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രോപ്പർ സി വി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. സോ ഇറ്റ് മേക്ക് സെൻസ്. വോട്ട് ചെയ്യാത്തവരില്ലെങ്കിൽ ഒന്ന് വോട്ട് ചെയ്യുക. ഓക്കെ, ഓൾറെഡി അപ്പോൾ മോസ്റ്റ്ലി അപ്പോൾ അക്കാഡമിക് സി വി ഉണ്ടാക്കാനാണ് മിക്കവർക്കും താല്പര്യം എന്ന് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഫൈനലി നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക്കലി ഉണ്ടെങ്കിൽ പറയാം ബട്ട് ഇത് നമുക്ക് പിന്നെ കവർ ചെയ്യാം. ബട്ട് എനിവേ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. വീഡിയോ ആടാ, അത് ഐ ഡോണ്ട് നോ, എന്തോ സോഫ്റ്റ്വെയർ ബഗ്ഗാന്ന് എനിക്ക് തോന്നുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബട്ട് എനിവേ സോ സി വി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എന്തിനു അപ്ലൈ ചെയ്യുമ്പോഴും ജോലിക്കാണെങ്കിലും അത് ഈവൻ അക്കാഡമിക് ജോലിക്കാണെങ്കിൽ പോലും സി വി ഉണ്ടാക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് കുറച്ച് പാറ്റേൺസും മെത്തേഡ്സും ഉണ്ട്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറേ മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻലി ഇപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് ആയതുകൊണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും മോസ്റ്റ്ലി. ലൈക്ക് നമ്മൾ യൂഷ്വലി +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ കോളത്തിൽ യൂഷ്വലി ഒന്നും എഴുതാനുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ബാക്കിയുള്ള പ്രൊജക്ട്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒരു CV ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു മെയിൻ കവറേജ്. പിന്നെ കൂടുതൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂലും ഐ വിൽ ടോക്ക് മോർ അബൌട്ട് ദാറ്റ്. CV എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഹൂ വി ആർ പ്രൊഫഷണലി. അത് നമ്മൾ എന്ത് പഠിച്ചു, എന്തൊക്കെ പഠിച്ചു, നമ്മുടെ സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ അതിൽ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ലൈക്ക് സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലൈക്ക് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ CV-യിൽ മാക്സിമം ഒരു റിക്രൂട്ടർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ കമ്പനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ HR ആയിരിക്കും വായിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കിൽ നമ്മൾ PhD-ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ആദ്യം വായിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം നമ്മുടെ CV എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റണം. കാരണം ഇവർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓർ ഈവൻ തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷനാണ് ഈ സമയത്തൊക്കെ വരിക. അപ്പോൾ ഇവർക്ക് നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് വി വിൽ റൈറ്റ് മെനി തിങ്സ്. നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് കിട്ടി, കുറേ എഴുതും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു HR അല്ലെങ്കിൽ ഒരു റിക്രൂട്ടറോ ഈ CV എടുത്തിട്ട് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് നോക്കും. ഓക്കെ, ഇത് വായിക്കണോ വേണ്ട. ആ 5 സെക്കൻഡ്സ് തന്നെ ഡിസിഷൻ എടുക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണോ വേണ്ടതെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ആ 6 to 6 സെക്കൻഡ്സ് നമ്മൾ മാക്സിമം അതിനുള്ളിൽ നമ്മുടെ CV-ന്ന് മാക്സിമം ഇൻഫർമേഷൻ അവർക്ക് കിട്ടണം, മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതുകൊണ്ടാണ് CV എന്ന് പറയുന്നത് മാറ്റർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരുപാട് ആപ്ലിക്കേഷൻ വന്നതിന് ഫസ്റ്റ് ഫിൽട്ടർ ചെയ്യാനും നിങ്ങളുടെ CV വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര കഴിവും ഭയങ്കര ബുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു CV എഴുതാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ബി സെൻഡ് ബാക്ക്വേർഡ്. അപ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ വരാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്ട്രോങ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു CV വേണം. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഇൻഡസ്ട്രി ജോബ്സിന് പർട്ടിക്കുലർലി ഇവർക്കൊരു ഇൻപൾസ് സിസ്റ്റം ഉണ്ട്, ATS എന്ന് പറയും. ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് CV വന്നു കഴിയുമ്പോൾ ഈ സൂപ്പർവൈസേഴ്സിനോ അല്ലെങ്കിൽ ഈ കമ്പനീസിനോ ഒന്നും ഈ എല്ലാ CV ഇരുന്ന് വായിക്കാനുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ യൂഷ്വലി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PDF എല്ലാം കൂടെ ഇവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ആണ് ഫസ്റ്റ് ഓർഡർ ഓഫ് ഫിൽറ്ററിങ് നടത്തുന്നത്. അപ്പോൾ അതിനാണ് ATS എന്ന് പറയുന്നത്. ആപ്ലിക്കന്റ്, അത് ഓരോ കമ്പനിക്ക് ഓരോ ഇതാണ്. ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം സ്റ്റാൻഡ്സ് ഫോർ ATS. അപ്പോൾ നമ്മുടെ CV എപ്പോഴും ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ ATS ഫ്രണ്ട്ലി ആവാനായിട്ട് ചില കീ പോയിന്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. വി വിൽ കം ബാക്ക് ടു ദാറ്റ് ലേറ്റർ. ബട്ട് CV എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂവിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. CV നല്ലതാണെന്ന് കരുതി ജോലി കിട്ടണമെന്നില്ല. പക്ഷേ
നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നല്ലൊരു CV വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യാ പിന്നെ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ അക്കാഡമിക് ഇൻഡസ്ട്രി CV തമ്മിൽ കുറച്ച് ഡിഫറൻസുകളുണ്ട്. അക്കാഡമിക് CV എപ്പോഴും നമ്മുടെ റിസർച്ചിന് ഫോക്കസ് ചെയ്തിരിക്കും. അത് യൂഷ്വലി നിങ്ങൾ ബാച്ചിലേഴ്സിന് ചെയ്ത പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ചെയ്ത ഇന്റേൺഷിപ്സ് പ്രൊജക്ട്സ് ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ അക്കാഡമിക് സ്കിൽസ് പഠിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ നിങ്ങളൊരു PhD പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേറൊരു അബ്രോഡ് മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ അവിടുത്തെ ലാബിലോ അല്ലെങ്കിൽ അവിടുത്തെ എക്സിസ്റ്റിംഗ് റിസർച്ചിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. പിന്നെ ഈ പറഞ്ഞിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ പോയിട്ടുള്ള സയൻസ് ഫെയർസ്, കിട്ടിയിട്ടുള്ള അക്കാഡമിക് അവാർഡ്സ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു സയൻറ്റിഫിക് നമ്മുടെ ഒരു സയൻറ്റിഫിക് സ്കിൽസ് ആയിരിക്കും കൂടുതൽ അതിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക. ബട്ട് ഇൻഡസ്ട്രി ഓൺ ദ അതർ ഹാൻഡ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അവർക്ക് വേണ്ടത് ലൈക്ക് ക്യാൻ യു വർക്ക് ഇൻ ടീംസ്, നിങ്ങൾക്ക് ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, ആ ടീമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാവരോടും നല്ലൊരു റാപ്പ് ഉണ്ടാക്കിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ മേ ബി അവർ അവിടെയൊക്കെ ഫോക്കസ് ചെയ്യുക. ലൈക്ക് നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന നിലയിൽ നമ്മുടെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പ്രൊജക്റ്റ് ഒക്കെ പോകുമെങ്കിലും നമ്മളിപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് ഇവൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ കലോത്സവം, അതുപോലുള്ള ഇതൊക്കെ ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ. പിന്നെ അതിൽ കുറച്ചുകൂടി അപ്ലൈഡ് സ്കിൽസ് ആയിരിക്കും പോകുന്നത് റാദർ ദാൻ റിസർച്ച്. കറണ്ട്ലി ഇൻഡസ്ട്രിക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതലും കമ്പ്യൂട്ടർ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈത്തണിൽ ചില പാക്കേജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കോഡ് ചെയ്യാൻ അറിയോ, അതൊക്കെ ആയിരിക്കും. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് പൈത്തൺ തന്നെ അക്കാഡമിക്കലും വേണം, ബട്ട് a little less emphasis will be given on that. അപ്പോൾ ഫണ്ടമെന്റലി ഡിഫറൻസ് ഉണ്ട്, ബട്ട് ദർ ആർ മെനി കോമൺ പോയിന്റ്സ് ആസ് വെൽ. അപ്പോൾ ഒരു CV-ക്കകത്ത് മെയിനായിട്ട് വേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേര് വേണം, അത് നല്ല വലുതായിട്ട് തന്നെ വേണം. പിന്നെ നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം, ഇൻക്ലൂഡിങ് ഫോൺ നമ്പർ, ഇമെയിൽ. പിന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ്, ലൈക്ക് നല്ലൊരു വെബ്സൈറ്റ്. ഒരു പാടുമില്ല വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ അത്. പിന്നെ യൂഷ്വലി ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ലാത്തതാണ് ഒരു പ്രൊഫഷണൽ സമ്മറി. ലൈക്ക് വാട്ട് ആർ യു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ യു, ലൈക്ക് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു 2 ലൈനിൽ ഷോർട്ടായിട്ട് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പറയൂ, അതാണ് യൂഷ്വലി പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്നത്. ബട്ട് അഗൈൻ പ്രൊഫഷണൽ സമ്മറി മാറാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത്. അഗൈൻ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ എക്സ്പീരിയൻസ്, നമ്മുടെ എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ്, അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈക്ക് ഡിഫറെൻറ്റ് ലാബ്സിൽ പോയി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അങ്ങനെ. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ ഇതൊരു ടെംപ്ലേറ്റ് ആണ്. കീ സ്കിൽസ്, നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ്, ഏതൊക്കെ ടൂൾസ് അറിയാം, ഏതൊക്കെ മെത്തേഡ്സ് അറിയാം, അതൊക്കെ എങ്ങനെ പഠിച്ചു, എവിടെ പഠിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഈവൻ ഇത് ലൈക്ക് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ വേറെ ലാബിൽ അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ടീം വർക്ക് ഓർ ലൈക്ക് കൊളാബറേഷൻ എക്സെട്ര. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രൊജക്ട്സ്, നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കാരണം ടു ബി ഓണസ്റ്റ്, നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് കരുതി ആക്ച്വലി അതിന് വലിയ യൂസ് ഒന്നുമില്ല. കാരണം ലോകത്ത് എല്ലാവർക്കും ഉണ്ട് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ്, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ സെറ്റ് ഔട്ട് ചെയ്യുന്ന വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്, അതൊക്കെയാണ് ഈ പ്രൊജക്ട്സിലും അച്ചീവ്മെന്റ്സിലൊക്കെ വരുന്നത്. പിന്നെ യൂഷ്വലി കുറേ പേര് ഇൻട്രസ്റ്റും വോളണ്ടിയറിംഗ് ഒക്കെ എഴുതും, ബട്ട് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ഇൻട്രസ്റ്റും വോളണ്ടിയറിംഗ് അതൊക്കെ എഴുതാനായിട്ട്. ബട്ട് ഇതൊരു ജനറൽ ടെംപ്ലേറ്റ് ആണ്. ബട്ട് ഞാനൊരു ടെംപ്ലേറ്റ് ഷെയർ ചെയ്യാം ലേറ്റർ. പിന്നെ പർട്ടിക്കുലർലി നമ്മൾ PhD-ക്കൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പബ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ല ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ വേണം, ലൈക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്സ്, സോ ആൻഡ് സോ. പ്രൊഫഷണൽ സമ്മറിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ദ തിങ് ഈസ്, ഒരു റിക്രൂട്ടർ ആദ്യം കാണുന്നതാണ് വാട്ട് ഈസ് യുവർ പ്രൊഫഷണൽ സമ്മറി. അപ്പം അത് കാണുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ മെയിൻ കീവേഡ്സ് ഒക്കെ വായിച്ചിട്ട് ഓക്കെ ഞാനിനി ബാക്കി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഓൾറെഡി അവിടെ തന്നെ ഒരു ഡിസിഷൻ വരും.
Then it's the work like or internship or like the project experience. അപ്പോൾ യൂഷ്വലി നമ്മളൊക്കെ വളരെ ക്രൂഡായിട്ടാണ് എഴുതുക. ഐ ഡിഡ് ദിസ്, ഐ ഡിഡ് ദാറ്റ്, അപ്പോൾ ലൈക്ക് ഐ വാസ് പാർട്ട് ഓഫ് ദിസ്. ബട്ട് നമുക്ക് എപ്പോഴും മിനിമം വേർഡ്സിൽ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന വേർഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ കാര്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ലൈക്ക് ഇമ്പാക്റ്റ് കുറഞ്ഞ രീതിയിൽ, ഇമ്പാക്റ്റ് കൂടിയ രീതിയിലും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കോണ്ടെക്സ്റ്റ് പ്ലസ് ആക്ഷൻ പ്ലസ് റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റിന് ഒരു ബുള്ളറ്റ് പോയിന്റ് ഇടാം. അവിടെ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെവലപ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഫോർ അർബൻ ട്രാഫിക്. And then what did it do? അപ്പോൾ അതിന്റെ ആക്ഷൻ ആണ് അത് ഇംപ്രൂവ് പ്രൊഡക്ഷൻ ബൈ 15%. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? പ്രസന്റഡ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദേ അഡോപ്റ്റഡ് ഇറ്റ് ടു ദർ സിസ്റ്റം സംഹൗ. ഇത് എല്ലാ ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇന്റേൺഷിപ്പോ വർക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ആക്ഷൻ റിസൾട്ടിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റും ഡെഫിനറ്റ്ലി. എസ്പെഷ്യലി നൗ ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയ ടഫല്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചാറ്റ് GPT ജെമിനായോ വെച്ചിട്ടൊക്കെ എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ഈ പറഞ്ഞ ഫോർമാറ്റ് എഴുതി തരാൻ പറഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം, റിക്രൂട്ടേഴ്സ് ലവ് നമ്പേഴ്സ്. ഇപ്പൊ തന്നെ ഞാൻ ആ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന മോസ്റ്റ് ലൈക്ലി എല്ലാവരും കണ്ടിരിക്കുന്ന 50 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. അപ്പൊ നമ്പേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്പേഴ്സ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. മേ ബി ലൈക്ക് ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ വാട്ട് ഐ ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ഈസ് ലൈക്ക് ഇന്നൊരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഈൽഡ് ഇത്ര പെർസെൻറ്റേജ് കൂടി, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് എപ്പോഴും ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് എഴുതാൻ പറ്റണം. കാണുമ്പോൾ തന്നെ ലൈക്ക് ഒരു വളരെ റഫായിട്ടല്ല, ബട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വാട്ട് ഈസ് വാട്ട് ആർ ദ ഔട്ട്കംസ് എന്നൊക്കെ കറക്റ്റായിട്ട് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് പാസീവ് വേർഡ്സ്, റെസ്പോൺസിബിൾ ഫോർ, ഐ ഡിഡ് ദിസ്, ഐ വാസ് പാർട്ട്, അതിനൊക്കെ പകരം ഐ സ്പിയർ ഹെഡഡ്, ഡെവലപ്ഡ്, സോ. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഡെവലപ്ഡ് എന്നൊക്കെ പറയുമ്പോൾ സംതിങ് ദാറ്റ് യു ആർ ടേക്കിംഗ് ഓണർഷിപ്പ് ഫോർ, നമ്മൾ സ്വയം ഉണ്ടാക്കി ചെയ്ത പോലെയാണ്. റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ വേറെ ആരോ തന്നിട്ട് നമ്മൾ ചെയ്ത പോലെ, യു സീ ദ ഡിഫറൻസ്. നമ്മളെപ്പോഴും ആക്ഷൻ വെർബ്സ് യൂസ് ചെയ്യുക. അഗൈൻ അത് ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. ഇപ്പോൾ അത് നമുക്ക് ഇപ്പൊ എനിക്കും അധികം ഒന്നും എഴുതാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ചെയ്യാറ്, എനിക്കിങ്ങനെ കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ചാറ്റ് GPT എഴുതി കൊടുക്കും, എന്നിട്ട് ഇതിനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറയാം. അപ്പൊ അത് നന്നായിട്ട് തിരിച്ചെഴുതി തരും. യൂസ് ദ സെയിം തിങ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എവറി ജോബ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എല്ലാ ജോബിനും ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് ആയിരിക്കും. ബട്ട് മോസ്റ്റ് ലൈക്ലി നിങ്ങൾ മേ ബി ഒരു 70-80% ഒക്കെ മാച്ച് ആയിരിക്കും. ഒരിക്കലും ലൈക്ക് ഒരു 100% മാച്ച് വരുന്നതൊക്കെ വളരെ റയറാണ്. അപ്പോൾ നമ്മുടെ ചാൻസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് യൂഷ്വലി ചെയ്യേണ്ടത്, ഇവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറേ കീവേഡ്സ് കാണും. കീവേഡ്സും ലൈക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. വി നീഡ് ദിസ് സ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി നീഡ് പൈത്തൺ, ഓർ വി നീഡ്, ഇപ്പോൾ ബയോളജിയിലെ കുറേ ടേംസ് എനിക്കറിയത്തില്ല. സോ ഇന്ന സ്കിൽസ് വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ സംഭവം അത് മിറർ ചെയ്യാൻ പറ്റണം. ലൈക്ക് സെയിം സാധനം തന്നെ ഒന്നെങ്കിൽ സിനോണിംസ് യൂസ് ചെയ്യണം, അതായത് ലൈക്ക് സിമിലർ വേർഡ്സ് എടുത്തിട്ട് നമ്മുടെ CV ഇടാൻ പറ്റണം, അല്ലെങ്കിൽ സെയിം വേർഡ്സ് തന്നെ സംഭവം നമ്മുടെ CV ഇടാൻ പറ്റണം. അപ്പം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ATS സ്കാനിൽ പാസ്സാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ATS സ്കാനിങ് ഉണ്ടല്ലോ, അപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ CV അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർ മാച്ച് ചെയ്യും, ഇത്ര പെർസെൻറ്റേജ് മാച്ച് ഉണ്ട് ഈ CVക്ക് ഈ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട്. അത് ആ മാച്ചിങ്ങിൻ്റെ ചാൻസ് കൂട്ടാനായിട്ട് നമ്മുടെ CV ഈ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനുള്ള മാക്സിമം കീവേഡ്സ് ഇതിലും വരണം എന്ന് കരുതി ഒരിക്കലും കള്ളം പറയരുത്. നമുക്കുള്ള സ്കിൽസ് മാത്രമേ എഴുതാവുള്ളൂ, അത് മറ്റൊരു കാര്യം. സോ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓരോ ജോലിക്കും CV മാറ്റുക, എസ്പെഷ്യലി നമ്മുടെ സമ്മറി മാറ്റുക. ലൈക്ക് ഫണ്ടമെന്റലി കോർ സെയിം ആയിരിക്കും, ബട്ട് നമ്മുടെ വേർഡിങ്സ് മാറ്റുന്നു. അത് അഗെയിൻ യു ക്യാൻ യൂസ് AI ടു എൻഹാൻസ് ഇറ്റ്.
കട്ടായി പോയി. ഹലോ സി കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് എൻ്റെ എന്തോ എറർ വന്നു. പറ്റേ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ആയിരുന്നിരിക്കണം. എടാ ഇപ്പൊ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? യെസ് യെസ് യെസ്. പിന്നെ ഒരു നമുക്ക് യൂഷ്വലി പറ്റുന്ന മിസ്റ്റേക്ക് ആണ്, നമുക്ക് ഉള്ള മാക്സിമം ഇൻഫർമേഷൻ സിവിയിൽ കുത്തിക്കേറ്റാൻ നോക്കും. നമ്മുടെ മൈൻഡിൽ എന്താ, മാക്സിമം ഇൻഫർമേഷൻ കേട്ടി കഴിഞ്ഞാൽ അയാൾ മാക്സിമം വായിക്കും, നമുക്ക് മാക്സിമം ചാൻസ് കൂടുന്നു. ഡെഫിനറ്റ്ലി നോ. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ പോകുന്നു. നോബഡി ഹാസ് ടൈം ഇൻ ദിസ് വേൾഡ്. ആർക്ക് സമയമില്ല, റിക്രൂട്ടർമാർക്ക് എസ്പെഷ്യലി ഇല്ല. അത് കുറേ കാണും. ആൻഡ് മോസ്റ്റ് ലൈക്ലി നിങ്ങളെല്ലാവരും ഒരു ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ലെവലിലായതുകൊണ്ട് ആർക്കും ഈ പറഞ്ഞ പോലെ ഒരു 2 പേജ് സി വി എന്നത്ര എക്സ്പീരിയൻസ് തൊട്ട് ഇല്ലതാനും. അപ്പോൾ സി വി എപ്പോഴും ഒറ്റ പേജിൽ ഫിനിഷ് ചെയ്യുക. 1 പേജ്, അതിൽ കൂടരുത്, ജസ്റ്റ് 1 പേജ്. ആൻഡ് അഗൈൻ അതിൻ്റെ അകത്ത് റെഫറൻസുകൾ എഴുതണമെന്നില്ല, അടിയിൽ എഴുതിയാൽ മതി. റെഫറൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ്. അതൊരു ലൈക്ക്, കാരണം റെഫറൻസ് ചെയ്ത് തന്നെ കുറേ സ്പേസ് പോകും. സോ ലൈക്ക് അത് റിക്വസ്റ്റിൽ കൊടുക്കാന്ന് എഴുതാം. പിന്നെ നമ്മൾ ഒട്ടും കെയർലെസ് ആയിരിക്കരുത്, ടൈപ്പോസും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവരുത്. പിന്നെ ടു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്. കാരണം ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മൾ കുറേ ടെക്നിക്കൽ അഡ്വാൻസ്ഡ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ മറ്റേ ആളുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം. ഇത് കിട്ടുന്ന ലൈക്ക് നമ്മുടെ സി വി കാണാൻ പോകുന്ന ആളുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കണം. ഓക്കെ, ഇതെനിക്ക് മനസ്സിലാവുമോ, ലൈക്ക് മറ്റേ ആൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടെയും എഴുതണം. പിന്നെ ആവശ്യമില്ലാത്ത ഒന്നും എഴുതരുത്, ആവശ്യമുള്ള സാധനം മാത്രം എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ലേസർ ഫിസിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷേ പൊസിഷൻ വരുന്നതല്ല ക്വാണ്ടം ഫിസിക്സിലായിരിക്കും. എനിക്കറിയില്ല ഇത് തമ്മിൽ ഇതിന് ബന്ധമുണ്ടോയെന്ന്. അപ്പോൾ മേ ബി നിങ്ങൾ ലേസർ ഫിസിക്സ് എഴുതേണ്ട ആവശ്യമില്ല, അൺലെസ് നിങ്ങൾക്കത് റെലവൻ്റ് എന്ന് തോന്നുകയാണെങ്കിലും, പിന്നെ നിങ്ങൾക്ക് സി വിയിൽ സ്പേസ് ഉണ്ടെങ്കിലും. സോ ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്യുക. പൊസിഷൻ എന്താണ് ആവശ്യം, വാട്ട് ദ പൊസിഷൻ ഡിമാൻഡ്സ്, അത് മാത്രം എഴുതിയാൽ മതി. ഇത് ഞാൻ ഒരു 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർലി കാണാം. ഒന്ന് ഓൺ ദി റൈറ്റ് യു സി ദ ഫോട്ടോ ഇറ്റ് സെൽഫ്. അവിടെ തന്നെ പോയി ഇതുപോലത്തെ ഫോട്ടോ ഒന്നും വെക്കരുത്. ഐ മീൻ ഫോട്ടോ വെക്കാം, നല്ല ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെക്കാം, നല്ല പ്രൊഫഷണൽ ലുക്കായിട്ടുള്ളത്. പക്ഷെ ഇതുപോലെ കണ്ണാടിയും വെച്ച് നിൽക്കുന്ന ഫോട്ടോ ഒന്നും വെക്കരുത്. പിന്നെ യു സി ഓൺ ദ റൈറ്റ് അവിടെ ഓവർലി ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ സി വി ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരുന്നത്, ലൈക്ക് കുറെ കളറും. അപ്പൊ എന്റെ മനസ്സിലെന്താ, ഇറ്റ് ഷുഡ് ബി ആസ് അട്രാക്റ്റീവ് ആസ് പോസിബിൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വലിച്ച് ദൂരെ കളയത്തുള്ള തന്നെ. അപ്പോൾ ഇതുപോലത്തെ, അതുമല്ല ഈ സി വി കാണുമ്പോഴും ഞാൻ എവിടെ ആദ്യം വായിക്കണ്ടേ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇയാളുടെ പ്രൊഫൈൽ വായിക്കണോ, ഇയാളുടെ എഡ്യൂക്കേഷൻ നോക്കണോ, ഐ ഡോണ്ട് നോ. പിന്നെ അതെ കുറെ അൺനെസറി ഇമേജസ് ഉണ്ട്, കുറെ അൺനെസറി ഗ്രാഫിക്സ് ഉണ്ട്. ഇറ്റ്സ് റബിഷ് ആക്ച്വലി. ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു സി വി വെച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ലെഫ്റ്റിലുള്ള സി വി ഇറ്റ്സ് സിമ്പിൾ, ലൈക്ക് ഒരു വൃത്തിയോടുള്ള, ഇറ്റ്സ് വെരി ക്ലീൻ ഓൾസോ. കറക്റ്റ് ആയിട്ട് ഓരോ സെക്ഷൻ മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ലൈക്ക് ഓൾസോ യു സി ദ നമ്പേഴ്സ്. വർക്ക് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് അച്ചീവ്ഡ് 35% ഇൻക്രീസ് വായിച്ചപ്പോൾ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ഹി മേഡ് സം ഇമ്പാക്ട്. പിന്നെ എഡ്യൂക്കേഷൻ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്താന്ന്. സോ ഇതുപോലത്തെ ഒരു സി വി ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ഒരിക്കലും സി വിയിൽ കുറെ കളറൊന്നും വാരി തെക്കരുത്. മാക്സിമം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സി വി തന്നെ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന സി വി ഇതുപോലത്തെ സി വി ആണ്, ആൻഡ് ഇറ്റ്സ് റീസണബിളി സക്സസ്ഫുൾ ഐ വുഡ് സേ. ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഇതാണ്, ഇതുപോലത്തെ സി വി യൂസ് ചെയ്യുക. പിന്നെ ഒരേ ഫോണ്ട് യൂസ് ചെയ്യുക. ലൈക്ക് പലരും ലൈക്ക് ഇപ്പോൾ കുറെ ഫോണ്ട് കാണുമ്പോൾ പല ഫോൺസ് യൂസ് ചെയ്യും, അതൊന്നും ചെയ്യരുത്. ഓൺലി യൂസ് 1 ഫോണ്ട്. പിന്നെ ഇതൊരു നല്ല എക്സാമ്പിൾ ആണ് സി വിയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഞാനൊരു ഡെയിലി മെയിലിന്റെ ഒരു സർവേ നടത്താണ്, ഒരു റിക്രൂട്ടർ എങ്ങനെയാണ് ഒരു സി വായിക്കുന്നതെന്ന്. അപ്പൊ ഈ ഓറഞ്ച് ആൻഡ് യെല്ലോ മാർക്സ് ഒരു റിക്രൂട്ടറുടെ ഐ ട്രാക്ക് ചെയ്തിട്ട് എവിടെയാണ് കൂടുതൽ. അപ്പൊ ഇറ്റ്സ്
ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ്. ഓരോ സിവിക്കും പല പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്ന സി വി പോലെ ഇരിക്കും. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സി വി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു 3-4 ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തമ്മിൽ തമ്മിൽ സി വി ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് ചോദിക്കുക വാട്ട് ഡിഡ് യു നോട്ടീസ് ഫസ്റ്റ്, ഇതിന്ന് എന്താണ് ആദ്യം കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ളത് എന്താണ് ആദ്യം കാണുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആദ്യം റിക്രൂട്ടർ എന്താണ് ആദ്യം കാണേണ്ടത് നിങ്ങൾക്ക് ഒരു മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കാം, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കാം. അപ്പോൾ അത് എന്താണ് കാണേണ്ടത് അത് ആദ്യം കാണുന്ന രീതിയിൽ നമ്മൾ സി വി റീഅറേഞ്ച് ചെയ്യണം. അപ്പം അതിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെയും ഒക്കെ ഹെൽപ്പ് എടുക്കുക. ഇത് അഗൈൻ ഗോയിങ് ബാക്ക് ടു നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനോട് സിമിലർ ആയിട്ട് തന്നെ നമ്മുടെ സി വി റെഡിയാക്കുക. 80s ഒപ്റ്റിമൈസേഷൻ അഗൈൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസേഷൻ, ഏതാണ് ആദ്യം കാണേണ്ടതെന്നുള്ളത്. ചില പൊസിഷനിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതൽ റെലവൻ്റ് ആയിട്ട് വരുന്നത്, ചില പൊസിഷനിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം വരേണ്ടത് നമ്മൾ അത് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. യാ പിന്നെ ഡോണ്ട് യൂസ് ബിഗ് പാരഗ്രാഫ്. വലിയ പാരഗ്രാഫ് എസ് ഒന്നും എഴുതാൻ പോരുത്. ബുള്ളറ്റ് പോയിന്റ്സ് ഒരു ലൈൻ, ഒരു 6-7 വേർഡ്സിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ വിചാരിക്കും കുറേ എഴുതാണ്ട്, ഒരിക്കലും ഇല്ല, നമുക്ക് പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആക്കുക, വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. പിന്നെ ഒരിക്കലും കള്ളം പറയരുത്. നമുക്ക് എന്തുണ്ടോ അത് എഴുതുക. അത് നമുക്ക് ബെറ്റർ ആക്കി എഴുതാം, നമുക്കൊരു നല്ല രീതിയിൽ എഴുതാം. പക്ഷെ ഒരിക്കലും നമുക്കില്ലാത്തൊരു സ്കില്ലിനെ പറ്റി എഴുതോ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് ഇന്റർവ്യൂ മാറ്റി എഴുതോ ഒന്നും ചെയ്യരുത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെയാണ് അതിന്റെ പണി കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് തന്നെ എഴുതുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്കില്ല് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ജോബ് വേക്കൻസീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് ലാക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ആ ലാക്ക് ചെയ്യുന്ന സ്കിൽ എന്താണോ അത് സംഭവം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ. പക്ഷെ അഗൈൻ അതൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ഈസിയാണ് എ വന്നുകൊണ്ട്. പിന്നെ യൂഷ്വലി PDF ഫോർമാറ്റിലാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടത്. വേർഡ് ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ഈ സി വി ഓപ്പൺ ചെയ്യുന്ന ആളുടെ ഡിഫറെന്റ് വേർഷൻ ഓഫ് വേർഡ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ടോട്ടലി റൂയിൻ ദ ഹോൾ സ്ട്രക്ചർ. അപ്പോൾ ഈ കറക്റ്റായിട്ട് PDF വേർഷനൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് സി വി ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹിയർ മോർ ഫ്രം യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതാണ്. എന്നിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഞാനൊരു സി വിയുടെ ടെംപ്ലേറ്റ് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തൊരു സി വി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഷെയർ ഇറ്റ് ബാക്ക് ടു മീ. ഞാനപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് തരാം. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ചാറ്റിലിട്ടാലും മതി. പ്രോജക്റ്റ് എന്ത് പ്രോജക്റ്റാണെന്ന് എനിക്കറിയില്ല. CSIR-ന്റെ ഒക്കെ പ്രൊജക്റ്റ് ആണെങ്കിൽ MSc പ്രൊജക്റ്റ് ലൈക്ക് നമ്മൾ എബ്രോഡൊക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി 1 പേജ് മതി. ബട്ട് യൂഷ്വലി എനിക്ക് ഡിപ്പെൻസ്, അത് എവിടെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഇന്ത്യയിലൊക്കെ എനിക്ക് അറിയില്ല, ചില പ്രൊഫസർമാരൊക്കെ ദേ മൈറ്റ് പ്രിഫർ ലൈക്ക് ലോങ്ങർ വേർഷൻ. ബട്ട് അഗെയിൻ നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യുമ്പോൾ കവർ ലെറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ കയറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ കവർ ലെറ്ററിലാണ് യൂഷ്വലി ഈ നമുക്ക് ഈ CV എഴുതാൻ പറ്റാത്തത്. കവർ ലെറ്ററാണ് എഴുതി വിടുക. അപ്പൊ അത് വലുതാക്കുന്ന കുഴപ്പമില്ല. ബട്ട് ഐ തിങ്ക് വൺ പേജ് CV is more than enough. അതിൽ നിന്ന് കൃത്യം മനസ്സിലാവും, ഒരു പേജിൽ തന്നെ മനസ്സിലാവും. ബാക്കി write it in your cover letter. Gap years, I think you should be able to document നമ്മൾ എന്താ ആ സമയത്ത് ചെയ്തതെന്ന്. അതെന്തെങ്കിലും സം സോർട്ട് ഓഫ് ലേണിംഗ് കാണിക്കാൻ പറ്റണം. ഗ്യാപ്പ് ഇയർ ആർക്കും വരാം, എല്ലാവർക്കും വരാം, ഇറ്റ്സ് വെരി നോർമൽ. ബട്ട് നമ്മൾ വെറുതെ ഇരുന്നു എന്നൊരു ഐഡിയ പോരുത്. നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും അപ്സ്കിൽ ചെയ്തു എന്നൊരു സംഭവം വരണം.
അതിപ്പോ ലൈക്ക് ഇപ്പൊ നിങ്ങളിപ്പോ ഇത് പഠിക്കുന്നുണ്ടല്ലോ, ലൈക്ക് ഇപ്പൊ CSIR പഠിക്കുന്ന ഈവൻ ദാറ്റ്സ് ഫൈൻ. ഡിക്ലറേഷൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അതെന്താന്ന്. ഡിക്ലറേഷൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ യൂഷ്വലി CV ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതർ ഐ ടേക്ക് ChatGPT ഓർ Gemini, എന്നിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി ഉള്ള എൻ്റെ ഒരു ഫുൾ CV, ലൈക്ക് ഇൻക്ലൂഡിങ് ഓൾ മൈ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫുൾ CV ഞാൻ അപ്ലോഡ് ചെയ്യും PDF ആയിട്ട്. എന്നിട്ട് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യും. എന്താണ് ജോബിന് അപ്ലൈ ചെയ്യുന്നത് അത് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയും ടൈലർ മൈ CV ഫോർ ദിസ് പൊസിഷൻ എന്ന് പറയും. അപ്പം എനിക്ക് കൃത്യമായിട്ട് കിട്ടും കുറേ സംഭവങ്ങൾ. അതിൻ്റെ അകത്ത് അഗെയിൻ ഞാൻ വീണ്ടും ഫുള്ള് വായിക്കണം, എന്നിട്ട് ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഒറിജിനൽ CV വേണ്ട മാറ്റം എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഐ വുഡ് ടോട്ടലി റെക്കമെൻഡ് ഡൂയിങ് ദാറ്റ്. PhD ആപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി 1 പേജ് മതി. ഞാൻ 1 പേജിലാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കവർ ലെറ്ററിലാണ് കൂടുതൽ എഴുതാം. കവർ ലെറ്ററിലാണ് കൂടുതൽ എഴുതാൻ പറ്റുന്നത്. എക്സ്പീരിയൻസ് ഇപ്പോൾ ബാച്ചിലേഴ്സ് ചെയ്ത പ്രൊജക്റ്റ് ഇല്ലേ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ലാബിൽ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാബുണ്ട്, ഏത് സയൻസ് വിഷയമാണെങ്കിലും അതിൻ്റെ ലാബുകളുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ മോസ്റ്റ്ലി സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആ ലാബിൽ നിങ്ങൾ ലേൺ ചെയ്ത സ്കിൽസ് ഒക്കെ എഴുതാമല്ലോ, എന്തൊക്കെ സ്കിൽസ് അറിയാം. അപ്പം അത് എക്സ്പീരിയൻസിൽ എഴുതാ ഐ ഡിഡ് സോ ആൻഡ് സോ. അത് എന്നെക്കുള്ള നിങ്ങൾക്കായിരിക്കും അറിയാവുന്ന. ഐ ഡോണ്ട് തിങ്ക് യു ഡോണ്ട് നീഡ് ഡിക്ലറേഷൻ. അത് വെറുതെ ഹൂ കെയർസ്, ലൈക്ക് നോബഡി. അതൊരു എനിക്കതിൻ്റെ ആവശ്യമുണ്ടായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ ആവശ്യമായിട്ടില്ല, ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇൻഫർമേഷൻ ഈസ് അത് ഇംപ്ലൈഡ് അല്ലേ നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ, സിമ്പിളായിട്ട് ഇത് ചെയ്യുന്നത്. I think so. Lab experience witness. Why not? മേ ബി ഹരിക്ക് കുറച്ചുകൂടെ അറിയായിരിക്കും ലാബ് എക്സ്പീരിയൻസ് ചെയ്താവുന്ന. യൂഷ്വലി ബാച്ചിലേഴ്സ് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ ലാബ് എക്സ്പീരിയൻസ് ഒക്കെ യൂഷ്വലി സ്കിൽസിൽ പൊക്കോളും. കെമിസ്ട്രി ആണെങ്കിൽ ടൂൾസ്, കെമിസ്ട്രി ഒന്നും അറിയില്ല. യൂഷ്വലി സ്കിൽസിലായിരിക്കും പോകുന്ന, കുറെ കോമ്പൗണ്ട് എക്സ്ട്രാക്ഷനും സ്റ്റഫ് ലൈക്ക് ദാറ്റ്. CV ആൻഡ് റെസ്യൂമെ ഒരേ സംഭവം തന്നെയാണ്. ദർ ഈസ് നോ ഡിഫറൻസ്. രണ്ടും ഒരേ ഇതിൽ വിളിക്കുന്നതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി വർക്ക്ഷോപ്പ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം. വർക്ക്ഷോപ്സും ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം. അതൊക്കെ ഇൻ എ വേ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇൻ റിയൽ നമ്മൾ ചെയ്യുവാണല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാം. വണ്ണി കൊള്ളും. അത് ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി കൊള്ളും. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം എല്ലാ പൊസിഷനും നമ്മുടെ എല്ലാ സ്കിൽസും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് അതുമാത്രം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഒരു 5+ years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് 1 page പ്ലസ് CV പോകേണ്ട ആവശ്യമുള്ളൂ. അത് ഡെഫിനറ്റ്ലി കൊള്ളും. ഞാൻ എൻ്റെ റെസ്യൂമിലൊക്കെ വെച്ചിരുന്നു ഈ ഡിസാസ്റ്റർ ക്യാമ്പിൽ വോളണ്ടിയർ ചെയ്തൊക്കെ. കാരണം അത് നമ്മൾ മാസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി റെലവൻറ്റ്. വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. സുഹൃത്തുക്കളെ, ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്.
ഞാനിത് റെസ്യൂമിൽ ഇതൊന്നും എഴുതരുത് കേട്ടോ. അറ്റൻഡഡ് സി വി മേക്കിംഗ് വർക്ക്ഷോപ്പ് അതൊന്നും റെലവെന്റ് അല്ല. അതൊന്നും ഒരു പൊസിഷനും റെലവെന്റ് ആയിരിക്കത്തില്ല. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഒക്കെ എഴുതാം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഹാക്കത്തോൺസ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പക്ഷെ നിങ്ങൾ കൂടുതലും കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ ഫീൽഡിൽ ഉണ്ടാവും എന്തെങ്കിലും, ഡെഫിനറ്റ്ലി ഉണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് കണ്ടുപിടിച്ച് എഴുതാം. ഞാനതിലേക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കോളേജുകളിലോ ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളെ മറ്റു ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടക്കുന്ന ഒരു നാഷണൽ സെമിനാറും ഇന്റർനാഷണൽ സെമിനാറും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, അത് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇവൻ നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക, നിങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ അവിടെ പോയിരിക്കണം, നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഓക്കെ, അത് എപ്പോഴും സി വിയിലേക്ക് എക്സ്ട്രാ വാല്യൂ ആഡ് ചെയ്യും. അത് സപ്പോസ് ഇപ്പൊ നിങ്ങളൊരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുകയാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ, സാഹചര്യവശാൽ നിങ്ങൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കാണാനിടയായാൽ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുക, പരമാവധി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ പി ജി സ്റ്റുഡൻസ് ആണ്, അങ്ങനെയുള്ള ക്രൈറ്റീരിയ വെച്ച് ചില വർക്ക്ഷോപ്പിനെ ലിമിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെയുള്ള പ്രോസസ്സിനെ മീറ്റ് ചെയ്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അത് ഡെഫിനറ്റ്ലി ഹരി പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മാക്സിമം ഇവന്റ്സിൽ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ചുറ്റും കുറേ ഇവന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പഠിക്കാൻ പറ്റും, ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു റിക്രൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ MSc പ്രോജക്റ്റ് എടുക്കുന്ന ആളോ അല്ലെങ്കിൽ PhD സൂപ്പർവൈസറോ ഇങ്ങനെ നമ്മുടെ റെസ്യൂമിൽ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഫ്യൂച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു, നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ ഹിന്റ് ചെയ്യുവാണ്. വി ആർ ടെല്ലിങ് ദം വി ക്യാൻ ഡു ദിസ്, നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ ജെനുവൻലി നമ്മൾ പറയാതെ പറയുവാണ്. ഇപ്പം ഞാൻ പറയുവാണ് എനിക്ക് കെമിസ്ട്രിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അമീന വന്നിട്ട് ഞാൻ കെമിസ്ട്രിയിൽ ഒരു 3 കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു, അതിൽ ഞാനൊരു പേപ്പർ പ്രസന്റ് ചെയ്യുന്ന പറയുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ്സ് പോയിന്റിങ് ടു ദ ഫാക്ട് ദാറ്റ് യു ആർ ഫിറ്റ് ഫോർ ദ റോൾ ദാറ്റ് യു ആർ അപ്ലൈങ്. എക്സ്ട്രാ കരിക്കുലർ ആഡ് ചെയ്യാം. സ്പേസ് ഉള്ള പോലെ ആഡ് ചെയ്തോ. അതിൻ്റെ അകത്ത് എക്സ്ട്രാ കരിക്കുലർ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ഒക്കെ ആഡ് ചെയ്തോ. അതും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കലോത്സവങ്ങൾക്കോ സ്പോർട്സിനൊക്കെ പോകുന്ന ഇറ്റ്സ് നമ്മൾ വെറുതെ നമുക്ക് എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് നമ്മൾ വി ആർ സെല്ലിങ് അവർ സെൽഫ്, വി ആർ പ്ലേസിങ് അവർ സെൽഫ് ഇൻ എ ഗുഡ് പൊസിഷൻ. നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യുകയാണ്, നമുക്കിത് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി ആഡ് ചെയ്തു. ഇതൊക്കെ ആഡ് ചെയ്തു, സെമിനാർ വെബിനാർ ഒക്കെ. പക്ഷെ അതൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള മാത്രം ആഡ് ചെയ്താൽ മതി. അതുപോലെ കുറേ ഉണ്ടെങ്കിൽ കുറേ എല്ലാം ഒന്നും ആഡ് ചെയ്യണ്ട. ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സോർട്ട് ചെയ്യാൻ പറ്റും ഏതായിരിക്കും റെലവൻ്റ്. ഇപ്പോൾ ആ MSc പ്രോജക്റ്റിന് അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ അവരുടെ തന്നെ വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ കുട്ടിക്ക് ഓൾറെഡി അറിയാം നമ്മളെ പറ്റി. അപ്പം അത് തന്നെ നമുക്ക് ആ ഒരു ഫെമിലാരിറ്റി വരുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് സൈനായിട്ട് അവരെടുക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞ എല്ലാത്തിനും എല്ലാം എഴുതരുത്. ഏതാ ഏതിനെ യൂസ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആവശ്യമുള്ളതിന് എഴുതാം. അപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ എഴുതുക. ഐ മീൻ ഞാൻ പറഞ്ഞില്ല, അഗെയിൻ നമ്മുടെ റെലവൻസ് പോലെ ഇരിക്കും. അതിന് ആവശ്യമുണ്ടോ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ മറ്റേ ആളുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കണം. ഇത് വായിക്കുന്ന ആളുടെ ആള് കാണുമ്പോൾ വിചാരിക്കുകയാണ് ഓക്കെ ഇത് കൊള്ളാലോ, അതുപോലെ ഇത് എന്തിനാണ് ആ ഒരു മറ്റേ ആളെ എങ്ങനെയായിരിക്കും ഇത് കാണുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി പ്രശ്നം മാറും. സിക്കെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ മറ്റേ ഇത് ഷെയർ ആക്കാം, എൻ്റെ കയ്യിലുള്ളൊരു ടെംപ്ലേറ്റ്.
അപ്പൊ എന്നിട്ട് താല്പര്യമുള്ളവർ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഐ ക്യാൻ ഗീവ് സം കമന്റ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് സി വി അയച്ചു തന്നാലും മതി. അത് ബെസ്റ്റ് ഗൂഗിൾ ഡോക്കിലോ വല്ലതും ഇട്ടിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ തന്നെ കമന്റ് ചെയ്യാം. PDF അയച്ചു തന്നാൽ എനിക്ക് കമന്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സോ ഗൂഗിൾ ഡോക്കിലേക്ക് വല്ലതും മാറ്റിയിട്ട് ഒരു ഡ്രൈവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അതിൽ അപ്ലോഡ് ചെയ്താൽ മതി. പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ആഷ്മിന്റെ തിരക്ക് വെച്ചിട്ട്. ഞാൻ ഇമെയിൽ തരാം. ദാറ്റ് വിൽ ബി ബെറ്റർ. സോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെറയിലെ അഡ്മിനിന്റെ നമ്പറിലേക്ക് അയച്ചാലും മതി, ഗ്രൂപ്പ് അഡ്മിന്റെ നമ്പറിലേക്ക് അയച്ചാലും മതി. നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഒരു നോൺ പ്രൊഫഷണൽ കോഴ്സാണ്. അതിനെ എങ്ങനെ പ്രൊഫഷണൽ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള വാല്യൂ നിങ്ങൾ കാണണം. ഇന്ന് നമുക്ക് ഏകദേശം 20 പേരാണ് വന്നിട്ടുള്ളത്, 18-20 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സമയം നമ്മൾ മെനക്കെട്ട് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളോടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, CV ഉണ്ടാക്കലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആഷ്മിൻ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ നിങ്ങളുടെ ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട്, നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങളത് ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതിനെ ഫ്രീ ആയിട്ട് നമ്മൾ അതിനെ അസസ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് കൃത്യമായിട്ട് മെനക്കെടും എന്നറിയാം. വളരെയധികം താല്പര്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്ര പേരെങ്കിലും ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് നിരന്തരമായിട്ട് ഇതുപോലെയുള്ള നിങ്ങളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു 5 മിനിറ്റ് കൂടെ സമയം തരാം. ആഷ്ബിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മെയിനായിട്ടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ തരുന്ന ടെംപ്ലേറ്റ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ ജനറലി സക്സസ്ഫുൾ ലൈക്ക് ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല CV ഒന്നാണ് അത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ CV ബെറ്റർ ആക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്യുക. ChatGPT ചോദിക്കുക, PDF അപ്ലോഡ് ചെയ്യുക, എന്തൊക്കെയാണ് വീക്ക് പോയിന്റ്സ് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഒരു കുട്ടി മറ്റേ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ആ പ്രൊജക്ട് എന്താന്ന് പറയാ ChatGPT അടുത്ത്, ഇതാണ് പ്രൊജക്ട്, ഇന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ CVയുടെ സ്ട്രെങ്ത്സ് എന്താണ്, വീക്ക്നസ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് കുറേ ആൻസേഴ്സ് കിട്ടും. എന്നിട്ട് ഈ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് CV ടൈലർ ചെയ്ത് തരാൻ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ബെറ്റർ ആക്കി എടുക്കുക. യൂസ് ദ ടെക്നോളജി മാക്സിമം. ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഇത്ര ഓർത്താൽ മതി. നമ്മൾ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് നമ്പർ ഓഫ് അതർ പീപ്പിൾ. നമ്മളൊരു ഒരുപാട് പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ CV സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അപ്പം അതിനെന്താണ് നമുക്കുള്ളത്, അതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അത് ഇല്ലെങ്കിൽ വി ആർ നോട്ട് ലേറ്റ്. നമുക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ സമയമുണ്ട്. മാക്സിമം നമ്മുടെ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യാൻ നോക്കുക. ഹരി പറഞ്ഞ പോലെ കോൺഫറൻസുകൾക്കും വർക്ക്ഷോപ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബിയോണ്ട് ദാറ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക. AI യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ആസ് ലോങ് ആസ് നമ്മളതിൻ്റെ അത് കള്ളമൊന്നും ചെയ്യരുത്. AI കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അപ്പം നമ്മൾ വായിക്കണം. അല്ലാതെ AI എഴുതി തന്നു കൊടുത്താൽ അത് അങ്ങനെ തന്നെ എഴുതി കോപ്പി ചെയ്ത് വെക്കാനല്ല പറഞ്ഞ്. അങ്ങനെ ആരും എടുക്കരുത്, ഡെഫിനറ്റ്ലി എടുക്കരുത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ CV എന്നാ CV ഇതിലിട്ടിട്ട് അതിന്റെ സ്ട്രെങ്സ് എന്താ, വീക്ക്നസ് എന്താ, എങ്ങനെ ബെറ്റർ ആക്കാം, ഐഡിയ അത്രേ ഉള്ളൂ. അല്ലാതെ AI മാത്രമുള്ള റിലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം കള്ളത്തരമായിരിക്കും എഴുതുന്നത്. കാരണം അത് എപ്പോഴും ആ കൊടുത്തിരിക്കുന്ന ജോലിയോട് റെസണേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം അത് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നില്ല 2 പേജ് CV ഉണ്ടാക്കി അയക്കും. ഞാൻ പറയാം, ഒരു 5 വർഷത്തിൽ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ 2 പേജ് CV ഒന്നും നോട്ട് നെസറി. പിന്നെ അക്കാഡമിക് CV ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത്ര അർത്ഥം മറ്റേ ആള് വായിക്കണം. എനിക്കറിയില്ല, ഞാൻ എന്തായാലും 1 CV ആണ്. അത്രേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ടെംപ്ലേറ്റ് ഡ്രൈവിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, റെഡിയാണ്. സോറി, എന്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി. നെക്സ്റ്റ് ടൈം ക്യാമറ ഓണാക്കാൻ പറ്റുമോ നോക്കാം. അടുത്ത തവണ ക്യാമറ നമുക്ക് റെഡിയാകും. ഓക്കെ, ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു അശ്വിൻ. യെസ്.